ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ RSPയും ജനതാദൾ യുവുമാണ്. അസീസ് മുതൽ ഷിബു ബേബി ജോൺ വരെ തോറ്റിരിക്കുന്നു. അതുകൊണ്ട് RSPയുടെ ശവമഞ്ചം തന്നെ ഇപ്പോൾ പലരും ചുമന്നു തുടങ്ങി. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിജയം വീണ ജോർജിൻ്റേതാണ്. മത്സരിക്കാനിറങ്ങിയ 2 മാധ്യമപ്രവർത്തകരിൽ അഴീക്കോട് MV നികേഷ് കുമാർ പരാജയപ്പെട്ടപ്പോൾ വീണ ജോർജ് ആറന്മുള ശിവദാസൻ നായരിൽ നിന്ന് പിടിച്ചെടുത്തു. നിയമസഭയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതി നിലനിൽക്കുന്ന ശിവദാസൻ നായർക്കെതിരായ വിജയം സ്ത്രീത്വത്തിൻ്റെ കൂടി വിജയമാണ്. ഇത് നീതി നിഷേധിക്കപ്പെടുന്നവരുടെ വിജയമാണ്. ഇത് ഇന്നാട്ടിലെ സ്ത്രീകളുടെ ഉത്സവമാണ്. ഏതു ശവമഞ്ചത്തിൽ നിന്നും ആർക്കും ഉയർത്തെഴുന്നേൽക്കാം എന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. കാരണം രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കലയാണല്ലോ. സാധ്യതകളുടെ കല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാത്രമല്ല, മൂന്നാമതൊരു ശക്തിക്കു കൂടി സാധിക്കും എന്നത് BJP നിയമത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ അധികാരത്തിലേറുന്ന സർക്കാർ സാധാ 5 വർഷ പരിപാടി പോലെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ പാളും. ഇനിയുള്ള കാലം മികച്ച ഭരണം കാഴ്ചവെക്കാൻ വരുന്ന സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. ഇനി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുണ്ട്, മന്ത്രിസഭാ തെരഞ്ഞെടുപ്പുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളുമായി നാളെ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.